ഇഷ്ടക്കാരെ ഒഴിവാക്കി UPSC സമർപ്പിച്ച DGP നിയമന ചുരുക്കപ്പട്ടികയെ മറികടക്കാൻ നീക്കങ്ങളുമായി സംസ്ഥാന സർക്കാർ. 3 പേരുടെ ചുരുക്കപ്പട്ടികയിൽ ഇല്ലാത്ത ഒരാളെ പോലീസ് മേധാവിയായി നിയമിക്കാൻ കഴിയുമോ എന്നതിൻ്റെ സാധ്യതകളാണ് പരിശോധിക്കുന്നത്. ഇതിനായി നിയമോപദേശം തേടിയെന്നാണ് വിവരം. നിലവിൽ 7 സംസ്ഥാനങ്ങളിൽ താൽക്കാലിക പോലീസ് മേധാവിയുടെ ചുമതല വഹിക്കുന്ന DGPമാരുണ്ട്. അത് കേരളത്തിലും സാധ്യമാകുമോ എന്നതിലാണ് നിയമോപദേശം തേടിയിരിക്കുന്നത്. ഈ സംസ്ഥാനങ്ങളിലെ നടപടിക്രമങ്ങളും പരിശോധന വിധേയമാക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. എന്നാൽ കേരളത്തിൽ ഇതിനുള്ള സാധ്യത വിദൂരമാണ്. പരിഷ്കരിച്ച കേരള പോലീസ് ആക്ടിൽ സംസ്ഥാന പോലീസ് മേധാവിയുടെ തെരഞ്ഞെടുപ്പ് എങ്ങനെയാകണമെന്ന് നിഷ്കർഷിച്ചിട്ടുണ്ട്. നിലവിലുള്ള ചട്ടങ്ങളെ മറികടന്ന് ഇങ്ങനെയൊരു നീക്കം നടത്തുന്നത് നിലവിലുള്ള നിയമവ്യവസ്ഥയോട് ഭരണകൂടം നടത്തുന്ന വെല്ലുവിളിയാണെന്നും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. നിയമവ്യവസ്ഥയെ മറികടന്ന് അങ്ങനെ ഒരു വെല്ലുവിളി സർക്കാർ നടത്തിയാൽ അത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടാനും സർക്കാരിന് തിരിച്ചടിയാവാനും സാധ്യതയുണ്ട്. മുൻപ് പോലീസ് മേധാവിയായിരുന്ന TP സെൻകുമാറിനെ മാറ്റി ലോക്നാഥ് ബെഹ്റയെ DGP ആക്കിയതും അത് അദ്ദേഹം കോടതിയിൽ ചോദ്യം ചെയ്ത് തൽസ്ഥാനത്ത് തിരിച്ചെത്തിയതും നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. നിലവിൽ കൈമാറിയ ചുരുക്കപ്പട്ടികയെ അവഗണിച്ച് പോലീസ് മേധാവിയാക്കിയാൽ പട്ടികയിലുള്ളവർക്ക് കോടതിയെ സമീപിക്കാം. അങ്ങനെ വന്നാൽ 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് സെൻകുമാർ വിഷയത്തിലേറ്റതിന് സമാനമായ തിരിച്ചടിയായിരിക്കും സർക്കാരിനെ കാത്തിരിക്കുന്നത് എന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മേൽപ്പറഞ്ഞ 7 സംസ്ഥാനങ്ങളിലെ കാര്യവും നിയമവിദഗ്ധർ വിശദീകരിക്കുന്നു. ആ സംസ്ഥാനങ്ങളിൽ ആരും നിയമനത്തെ എതിർത്ത് കോടതിയിൽ പോയിട്ടില്ല. പോലീസ് മേധാവി സ്ഥാനത്തേക്ക് പരിഗണിക്കേണ്ടവരുടെ ലിസ്റ്റ് UPSCക്ക് നൽകിയതായും അറിവില്ല. ഇവിടെ UPSCക്ക് സർക്കാർ പരിഗണിക്കേണ്ടവരുടെ പേരുകൾ കൈമാറിയതിൽ നിന്നും ഏറ്റവും യോഗ്യരായ 3 പേരുകൾ തെരഞ്ഞെടുത്ത് സംസ്ഥാന സർക്കാരിന് കൈമാറി. അതിനാൽ ഈ 3 പേരിൽ ഒരാളെ മാത്രമേ സർക്കാരിന് പോലീസ് മേധാവിയായി നിയമിക്കാൻ കഴിയൂവെന്നും നിയമവിദഗ്ധർ വ്യക്തമാക്കുന്നു. ഈ മാസം 30-നാണ് നിലവിലെ പോലീസ് മേധാവി ഷെയ്ഖ് ദർവേസ് സാഹിബ് വിരമിക്കുന്നത്. അന്ന് തന്നെ പുതിയ മേധാവി സ്ഥാനമേൽക്കണം. അതിനാൽ എത്രയും പെട്ടെന്ന് പുതിയ DGPയെ പ്രഖ്യാപിക്കുകയല്ലാതെ സർക്കാരിന് മുന്നിൽ വേറെ വഴിയില്ല. റോഡ് സേഫ്റ്റി കമ്മീഷണർ നിതിൻ അഗർവാൾ, IB സ്പെഷ്യൽ ഡയറക്ടർ റബാഡ ചന്ദ്രശേഖർ, ഫയർഫോഴ്സ് മേധാവി യോഗേഷ് ഗുപ്ത എന്നിവർ ഉൾപ്പെടുന്ന ചുരുക്കപ്പട്ടികയാണ് സംസ്ഥാന സർക്കാരിന് UPSC കൈമാറിയിരിക്കുന്നത്. വിജിലൻസ് മേധാവി മനോജ് എബ്രഹാം, SPG അഡീഷണൽ ഡയറക്ടർ സുരേഷ് രാജ് പുരോഹിത്, ബറ്റാലിയൻ മേധാവി MR അജിത് കുമാർ എന്നിവർ ഉൾപ്പെടെ 6 പേരുടെ പേരുകളായിരുന്നു സർക്കാർ നൽകിയിരുന്നത്. ഇതിൽ DGP റാങ്കിലുള്ളവരെ മാത്രമാണ് പരിഗണിച്ചത്. ADGP റാങ്കിലുള്ള MR അജിത് കുമാർ, സുരേഷ് രാജ് പുരോഹിത് എന്നിവരുടെ പേരുകളോടൊപ്പം DGP റാങ്കിലുള്ള മനോജ് എബ്രഹാമിനെയും ഒഴിവാക്കിയാണ് UPSC ചുരുക്കപ്പട്ടിക നൽകിയത്.